കാത്തിരുന്ന നിമിഷത്തിലേക്കാണ് എത്രയോ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ, ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഡോക്ടർ പ്രവീണ റവങ്കര. നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്നു കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ എല്ലാ അടുപ്പുകളിലേക്കും ലക്ഷോപലക്ഷം അമ്മ മനസ്സുകളിലേക്കും ഈ അനുഗ്രഹത്തിൻ്റെ അഗ്നി പടർന്ന് കയറും. എല്ലാത്തിനെയും വിശുദ്ധമാക്കുന്ന അഗ്നി എന്ന മഹായാഥാർത്ഥ്യം, മഹാസങ്കല്പം. ഇതാ ഇവിടെ ഈ ഓരോ കലങ്ങളിലും വലിയ പ്രത്യേകതകൾ പറയുന്നത് ഈ വഴിപാട് നേരുന്നതിനനുസരിച്ച് കിഴക്കോട്ടാണ് ഇത് തിളച്ചു തൂകുന്നതെങ്കിൽ, ഈ നേദ്യം തിളച്ചു തൂകുന്നതെങ്കിൽ ആഗ്രഹം കൃത്യമായി നടന്നു കിട്ടുമെന്നും, അത് തെക്കോട്ടാണ് എങ്കിൽ അല്പം താമസം ഉണ്ടാകുമെന്നും, വടക്കോട്ടാണ് എങ്കിൽ വീണ്ടും പൊങ്കാല ഇടണമെന്നും, അത് പടിഞ്ഞാട്ടാണ് എങ്കിൽ ഈ കാര്യതടസ്സമുണ്ട്, മറ്റ് മാർഗങ്ങൾ തേടണമെന്നും, അത്തരത്തിൽ ഈ പൊങ്കാല അടുപ്പിലെ നേദ്യം തിളയ്ക്കുന്നതിന് പോലും അതിൻ്റേതായ കാഴ്ചപ്പാടുകളുണ്ട്, അതിൻ്റേതായ വേദാന്തങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും തങ്ങളുടെ ഒക്കെ അടുപ്പുകളിൽ നിന്നും തൂവുന്ന ആ നിവേദ്യം കിഴക്കോട്ടാകണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ലക്ഷോപലക്ഷം അമ്മമാരും ഇവിടെ തൊഴുകൈകളുമായി നിൽക്കുന്നത്. ഈ അഗ്നി പടരുകയാണ്, അഗ്നി അറിവാണ്, അഗ്നി അമ്മയാണ്, അത് അക്ഷരമാണ്, ക്ഷരിക്കാത്തതാണ്. ഏതായാലും ആ ഒരു വലിയ സ്വപ്നം നമ്മൾ കാണുക. ഇത്രയും സ്ത്രീജനങ്ങൾ ഒന്നിച്ചു വന്നിട്ട് ആ വിപ്ലവത്തിൻ്റെ തീജ്വാലകൾ ഉയർത്തുന്ന ഒരു നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളുടെ ഭാഗമാണ്. മകര സംക്രാന്തിയിൽ നമ്മൾ പറഞ്ഞു, സംക്രാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം സംയുക്തായ ക്രാന്തിയാണ്, സമൂലമായ ഒരു വിപ്ലവമാണ്, മാറ്റമാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പ്രകൃതിയിലെ എല്ലാ ശക്തികളെയും, പ്രത്യേകിച്ചും അമ്മ ദേവത ഭൂമി സങ്കല്പത്തിൽ ഭൂമി ഋതുമതിയാകുന്നു എന്ന് ഉൾപ്പെടെയുള്ള, അതുപോലെ മഴ പെയ്തിട്ട് അവൾക്ക് നാമ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ള എല്ലാ സങ്കല്പങ്ങളും ചേർത്ത് പുറത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ നോക്കുക. ലക്ഷോപലക്ഷം അമ്മ നക്ഷത്രങ്ങളാണ് ഇവിടെ ദീപ്തമായി ഈ നിമിഷത്തിൽ നിൽക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ സൗഹൃദത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ, ഭക്തിയുടെ, പ്രണയത്തിൻ്റെയൊക്കെ കറ്റകളാണ് ഉള്ളത്. നമ്മളൊക്കെയും ഇന്ന് ഗ്യാസ് അടുപ്പുകളും അതുപോലുള്ള ആധുനിക സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിച്ചു, നമ്മുടെ അമ്മമാരെങ്ങനെ അടുക്കള കൊണ്ടുപോയി എന്നതിന് തെളിവായിട്ട് ഈ കേരവൃക്ഷത്തിൻ്റെ ഈ ചൂട്ട് എന്ന് പറയുന്ന ആ സങ്കല്പം ഇവിടെ ഒന്നിക്കുകയാണ്. അതുപോലെ ഒരു കൂട്ടായ ജീവിതത്തിൻ്റെ ഓർമ്മ പുതുക്കലുമായിട്ട് നദീതടങ്ങളിലുണ്ടായ സംസ്കാരം, അത് കിള്ളിയാറിൻ്റെ തീരത്തും അച്ചൻകോലാറിൻ്റെ തീരത്തും പമ്പയാറിൻ്റെ തീരത്തും ഗംഗയാറിൻ്റെ തീരത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ജനതയുടെ വളർച്ചയുടെ മാനവികമായ ഇതിഹാസത്തിൻ്റെ കഥകളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാംസ്കാരികപരമായ വലിയ ഒരു ഉത്സവം. എല്ലാവരും ഒരേ മനസ്സോടുകൂടി അമ്മമാർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുംഭമാസത്തിലെ പൂരം നാളും അതുപോലെ തന്നെ പൗർണമിയും ഒത്തുചേരുന്ന, പ്രകൃതി പോലും അനുഗ്രഹം തൂകി നിൽക്കുന്ന ആ വസന്ത പഞ്ചമിയുടെ വസന്ത സൗഭാഗ്യത്തിൻ്റെ ദിവസത്തിലൂടെയാണ് ഈ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഏതായാലും വലിയ ഒരു കാത്തിരിപ്പിൻ്റെ പരിസമാപ്തിയിൽ അനന്തപുരിയെ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ യാഗശാലയാക്കിക്കൊണ്ട് ഇതാ ഇവിടെ ഈ ഭണ്ഡാര അടുപ്പിൽ നിന്നും തീ അങ്ങനെ പകർന്ന് മാറി എല്ലാ അടുപ്പുകളിലും ഇഷ്ടഭക്ഷണങ്ങളൊക്കെയും നേദ്യങ്ങളൊക്കെയും ഒരുങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അത് വെള്ളച്ചോറുണ്ട്, വെള്ളപ്പായസമുണ്ട്, കടുംപായസമുണ്ട്. ഓരോരുത്തരും അവരവരുടെ രീതിക്കൊത്ത രീതിയിൽ അവരെ ഏത് തരത്തിലുള്ള ആഗ്രഹമാണോ സാധിക്കേണ്ടത് ആ വഴിപാട് ആ രീതിയിൽ നേർന്നുകൊണ്ട് ഇവിടെ വന്ന് ഇതൊക്കെ ഉണ്ടാക്കുകയാണ്. അതുപോലെ തെരളിയുണ്ട്, മണ്ടപ്പുറ്റുണ്ട്, അങ്ങനെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളൊക്കെയും ഇന്ന് ഇവിടെ ഈ പൊങ്കാല കലങ്ങളിലേക്ക് നിറയും. അതിനുശേഷം ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള ആ തീർത്ഥജലം ഇതിലേക്ക് തളിക്കുന്നതോടുകൂടി ഈ ചടങ്ങുകൾ അവസാനിക്കും. അങ്ങനെ ഈ നേദ്യങ്ങളും പ്രസാദങ്ങളും ഒക്കെയായിട്ട് ഈ അമ്മമാരൊക്കെയും ഈ യാഗഭൂമി വിട്ട് പോകും. ഏതായാലും വലിയ ഒരു കാഴ്ചയാണ്. ഓരോ തവണയും കഥകളും കാഴ്ചകളും ഒന്നും മാറുന്നില്ല എങ്കിൽ പോലും വല്ലാത്തൊരു നവ്യത ആറ്റുകാൽ അമ്മയുടെ ഈ പൊങ്കാല എന്ന് പറയുന്ന ഈ മഹോത്സവത്തിന് ഉണ്ട്. എന്തായാലും ഒരു വലിയ നോക്കുക, പ്രായശ്ചിത്തങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട്, പശ്ചാത്താപങ്ങളൊക്കെ ഇത് ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടി തങ്ങളുടെ വീടിന്, തങ്ങളുടെ കുടുംബത്തിന്, തങ്ങളുടെ നാടിന് ഐശ്വര്യം ഉണ്ടാകുവാനായിട്ട് ഒന്നിച്ചു വന്നിട്ടൊരു വലിയ പ്രാർത്ഥനയാണ്. ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്ന് സയൻസ് പറയുന്നു.
സംഗീതം ചികിത്സയാണ് എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും ശബ്ദത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരേ മനസ്സോടുകൂടിയുള്ള ഈ പ്രാർത്ഥനകളൊക്കെയുമാണ് സിമൻസ് കമ്പനിയെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ആ കോസ്മിക് ഊർജമായിട്ട് ആറ്റുകാലിൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ മാറിയത്. ഏതായാലും ഇത്തവണയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഈ നഗരം ഈ ഉത്സവം കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഉത്സവം നടന്നോ എന്ന് പോലും തോന്നാത്ത രീതിയിൽ കേരള സർക്കാരും കോർപ്പറേഷനും ചേർന്നുകൊണ്ട് ഇവിടെ മുഴുവൻ ശുദ്ധീകരിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. വലിയ കൃത്യതയോടുകൂടിയുള്ള ഒരു ഉത്സവമാണ്, ഒരു പൊങ്കാല മഹോത്സവമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നോക്കുക, എത്ര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഭക്ഷണം ഒരുക്കുന്നത്. നമ്മുടെ സഹജീവികളായിട്ടുള്ള ഉരകങ്ങളെയും പക്ഷികളെയും അതുപോലെ തന്നെ എല്ലാ ചരാചരങ്ങളെയും 33 കോടി ചരാചരങ്ങളെയും ദൈവമായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ വലിയ സംസ്കാരത്തിൽ ഇഷ്ടഭക്ഷണം പൊതുവിടത്തുണ്ടാക്കി ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്ന ആ 364 ദിവസങ്ങൾക്കുള്ളിലെ ഒരു ദിവസം 365-ാം ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കുകയും അത് ആറ്റുകാൽ പൊങ്കാലയായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇന്ന് ഭാരതമൊട്ടാകെ വസന്തോത്സവം ഉണ്ടാകുമ്പോൾ ഇവിടെ അമ്മ നക്ഷത്രങ്ങൾ വസന്തമൊരുക്കിക്കൊണ്ട് ഈ വഴിയരികിൽ നിൽക്കുന്ന കമനീയമായ വർണ്ണനാതീതമായ കാഴ്ചക്കാണ് നമ്മൾ സാക്ഷികളാകുന്നത്. ഇതാ നോക്കുക, ഈ അടുപ്പുകൾക്ക് ചുറ്റും എല്ലാവരും അങ്ങനെ ഇരിക്കുന്നു. ഭണ്ഡാര അടുപ്പിന് ചുറ്റും, ആദ്യ അടുപ്പിന് ചുറ്റും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രസകരമായൊരു കാര്യം, ഇത്രയും ലക്ഷോപലക്ഷം അടുപ്പുകൾ സ്ത്രീജനങ്ങൾ കത്തിക്കുമ്പോൾ പുരുഷൻ കത്തിക്കുന്ന ഏക അടുപ്പ് ഭണ്ഡാര അടുപ്പ്. ആ അടുപ്പിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.